ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 10 രണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ആദ്യം ത്രിഭുവനങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ഇനി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മിഥ്യാഗ്രഹാസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ. മിഥ്യാഗ്രഹം, മിഥ്യ എന്നാൽ തെറ്റായിട്ടുള്ള, ഗ്രഹ എന്നാൽ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഗ്രഹിക്കൽ. മിഥ്യാഗ്രഹ എന്നാൽ തെറ്റായ മനസ്സിലാക്കൽ, തെറ്റായ ധാരണ. ഈ ലോകം മിഥ്യയാണ് എന്ന് മനസ്സിലാകാതെ സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ലോകം യാഥാർത്ഥ്യമാണെന്ന തെറ്റിദ്ധാരണയാണ് മിഥ്യാഗ്രഹം, തെറ്റായ ഗ്രഹിക്കൽ. അസ്മിമതി എന്നാൽ ഞാനെന്ന ഭാവം, ഞാൻ, എൻ്റേത്, എനിക്ക് എന്നുള്ള അഹംഭാവത്തെയാണ് അസ്മിമതി എന്ന് പറയുന്നത്. രാഗം എന്നാൽ ഇഷ്ടമുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഉള്ള താൽപ്പര്യം. വികോപം എന്നാൽ ദേഷ്യം, വിശേഷേണയുള്ള ദേഷ്യം, ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോഴുള്ള ദേഷ്യം. ഭീതി, ഭീതിഹി എന്നാൽ ഭയം, അതായത് ഇഷ്ടപ്പെട്ട് കിട്ടിയ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ നഷ്ടമാകുമോ എന്ന ഭയം, നമ്മൾ സ്വയം മരിക്കുമോ എന്ന ഭയം, നമുക്കിഷ്ടമുള്ള വ്യക്തികൾ മരിക്കുമോ എന്ന ഭയം, നമ്മുടെ സ്വത്തുക്കൾ നഷ്ടമാകുമോ എന്ന ഭയം. ഇതൊക്കെയാണ് ഭീതി എന്ന് പറയുന്നത്. അജ്ഞാനവൃത്തിമിതി, ഇതി ഇങ്ങനെയൊക്കെയുള്ള അജ്ഞാനവൃത്തിം, അജ്ഞാനവൃത്തികളെ, അറിവില്ലായ്മ കൊണ്ടുള്ള തോന്നലുകളെ, പഞ്ചവിധാം 5 വിധത്തിലുള്ളവയെ സസൃഷ്ട്വ, സ അദ്ദേഹം സൃഷ്ട്വ സൃഷ്ടിച്ചു. അതായത് മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി എന്നിങ്ങനെയുള്ള 5 വിധത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടുള്ള തോന്നലുകളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഉദ്ദാമ താമസ പദാർത്ഥവിധാനദൂന സ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. ഉദ്ദാമ വളരെയധികം ശക്തിയേറിയ താമസപദാർത്ഥം എന്നാൽ തമോ ഗുണപ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളെ, വളരെയധികം തമോ ഗുണം അധികരിച്ചിട്ടുള്ള ഈ 5 കാര്യങ്ങളെ വിധാന സൃഷ്ടിച്ചിട്ട് ദൂനഹ പശ്ചാത്തപിച്ചു, പശ്ചാത്താപ വിവശനായിട്ട്, അതായത് ഈ സൃഷ്ടിച്ച 5 അജ്ഞാനവൃത്തികൾ ലോകത്തിന് നാശകരമാണ് എന്ന് ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞിട്ട് പശ്ചാത്താപ വിവശനായിട്ട് തേനെ ചെയ്തു ത്വദീയ ചരണസ്മരണം, ത്വദീയ അങ്ങയുടെ ഭഗവാന്റെ ചരണസ്മരണം, ചരണമെന്നാൽ പാദം, പാദസ്മരണം ചെയ്തു. ഇപ്രകാരം 5 കാര്യങ്ങളെ താൻ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് പശ്ചാത്താപ വിവശനായിട്ട് ഭഗവാന്റെ പാദസ്മരണം ചെയ്തു ബ്രഹ്മാവ്, വിശുദ്ധ്യൈ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം ആ ബ്രഹ്മാവ് മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി എന്ന 5 വിധത്തിലുള്ള അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു. അതിനുശേഷം ഇവ ലോകത്തിന് നാശകരം ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പശ്ചാത്താപ വിവശനായിട്ട് മനഃശുദ്ധിക്ക് വേണ്ടി ഭഗവത് പാദത്തെ ധ്യാനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മിഥ്യാഗ്രഹാസ്മിമതി രാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന സ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ.
നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. മിഥ്യാഗ്രഹസ്മിമതിരാഗവികോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന സ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.